Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൽ റെഗുലറായി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ആണുള്ളത്. +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാൻ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്നുള്ളത് ഈ ഒരു ടൈം പീരീഡിൽ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ബട്ട് ഇതിനേക്കാൾ മുമ്പൊന്നും ഇത്രത്തോളം പ്രശ്നങ്ങൾ വരാറില്ല. കാരണം നമുക്ക് കേരളത്തിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നന്നായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ വേറെ ഒരു ചോദ്യം വരാറില്ല അധികമൊന്നും. ചില കുട്ടികൾ ഈസി ആയിട്ട് പാസ്സാകാൻ വേണ്ടിയിട്ട് പുറമേയുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഭാരതീയ യൂണിവേഴ്സിറ്റിയോ അണ്ണാമലയോ ഇതിലോട്ടൊക്കെ പോകാറുണ്ടെന്ന് മാത്രം. ബട്ട് ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. നമുക്കറിയാം ഇപ്പോൾ ഡിഗ്രിയുടെ കേസിലാണെങ്കിൽ 4 ഇയർ ഡിഗ്രി വന്നു. ദെൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കേസിലോട്ട് പോണ സമയത്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ ക്ലോസ് ചെയ്ത് ഒരൊറ്റ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. അതാണ് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ വർഷം മുതൽ അത് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാലും ഡിസ്റ്റൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടായി അല്ലെങ്കിൽ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യം അവരൊരു കൺഫർമേഷൻ ഇതുവരെയായിട്ട് തന്നിട്ടില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ മാസം അവസാനം ഒരു കൺഫർമേഷൻ വരും എന്നുള്ളതാണ്. ബട്ട് അതിനുശേഷം ഇപ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് ഒരു ഉറപ്പില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ പേപ്പറിലൂടെ അറിയാം. നേരെ മറിച്ച് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനൊക്കെ വന്നു. ബാക്കിയുള്ള ഒറ്റ യൂണിവേഴ്സിറ്റിയിലില്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും കാലിക്കറ്റിൻ്റെ സിലബസ് ഒക്കെ ബെറ്റർ ആയതുകൊണ്ട് തന്നെ കാലിക്കറ്റിൽ ഡിസ്റ്റൻസ് വിളിക്കുമെങ്കിൽ അത് തന്നെ ചെയ്യാനാണ് താല്പര്യം. ബട്ട് ഇതുവരെയായിട്ടൊരു കൺഫർമേഷൻ വരാത്തത് കൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് എനിക്കാണെങ്കിലും എൻക്വയറി വരുന്ന സമയത്ത് ഞാൻ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ പറയുന്നത് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, നമുക്ക് അതാണല്ലോ ഒരു ഓപ്ഷനുള്ള നെക്സ്റ്റ് കേരളത്തിൽ. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 31-ാം തീയതിയാണ്. അപ്പോൾ BCom ആവട്ടെ, BBA ആവട്ടെ, MCom ആവട്ടെ, അതല്ലെങ്കിൽ BA കോഴ്സസ് ആവട്ടെ, നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കാം. നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇനി കാലിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയുന്നതിന് അർത്ഥമില്ല. ഇനി അവർ വിളിക്കുമെന്നുള്ളതിനും നമുക്കൊരു ഉറപ്പുമില്ല. അപ്പോൾ ഇതിനേക്കാൾ മുമ്പുള്ള ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ജൂൺ അവസാനം വരെ വെയിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാം. ബട്ട് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ വിളിക്കുമ്പോൾ അവർ ഒരു സെക്കൻഡിനുള്ളിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുക, ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുക. നമുക്കൊരു ഉറപ്പും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നു മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡിഗ്രി ആണെങ്കിലും PG ചെയ്യാനാണെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ മറ്റൊരു ചാനൽ ഇതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി. ബട്ട് അതിൽ വീഡിയോ ഇടുമ്പോൾ പല കുട്ടികളും പറയുന്നത് അവർക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് പുതിയൊരു ചാനലാണല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള KCS ക്ലാസ്സസിൽ തന്നെ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ എന്താണ് ഇപ്പോൾ BCom ആവട്ടെ, BBA ആവട്ടെ, MCom ആവട്ടെ, ഇതിൻ്റെയൊക്കെ സിലബസ്, ദെൻ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് ഇങ്ങനെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് വന്നുകൊണ്ട് തന്നെ എല്ലാവരിലോട്ടും ഇത് പെട്ടെന്ന് തന്നെ എത്താൻ, ഈ ഒരു പ്രത്യേക സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവരിലോട്ടും കൂടുതൽ എത്താൻ എല്ലാ മാറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ മെയിൻ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ അഡ്മിഷൻ എടുക്കണം, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിനി കാലിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാം. പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത് ഇഗ്നോ വേണോ ശ്രീനാരായണ ഒരു വേണോ, ഇതാണ് മറ്റൊരു ചോദ്യം കുട്ടികളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഞാൻ അവിടെ പറയും BCom, BBA, അതുപോലെ തന്നെ MCom, ഈ 3 കോഴ്സിൻ്റെ കേസസ് ആണ് എനിക്ക് മെയിനായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്,
ഈ 3 കോഴ്സസിനും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. MBA ആണെങ്കിൽ ഇഗ്നോ ചെയ്യാം, ബാക്കിയുള്ളതിനൊന്നും ഞാൻ ഇഗ്നോ സജസ്റ്റ് ചെയ്യില്ല. കാരണം സ്പെഷ്യലൈസേഷൻ ഉള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ്. ദെൻ ഇതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് കാലിക്കറ്റ് തന്നെയാണ്. കാലിക്കറ്റ് വിളിക്കുകയാണെങ്കിൽ അതിലോട്ട് പോകാം. ബട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നേരെ മറിച്ച് ഇഗ്നോയിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഇല്ല. അപ്പോൾ ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ഇത് തന്നെയാണ്. ദെൻ പുറമേയുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഭാരതിയാർ ഒന്നും ഇനി പോകണ്ട. കാരണം എക്സാം സെൻറ്റർ ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല, ജൂറിസ്ഡിക്ഷൻ വിട്ടിട്ടുള്ള കളികളില്ല. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരൊറ്റ സജഷനെ നമുക്ക് തരാനുള്ളൂ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, ദെൻ കാലിക്കറ്റിൻ്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഡീഷണൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 31 ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴുള്ളൊരു സാഹചര്യങ്ങളൊക്കെയാണ് ഞാനൊരു ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.